ഇറ്റ്സ് സൺഡേ ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. നീർദോശ എല്ലാവർക്കും ഇഷ്ടമാണ്. പെട്ടെന്നാവും, ഫെർമെന്റേഷൻ ആവശ്യമില്ല. ഒരുപാട് പേര് പല വെറൈറ്റിയും അതിൽ ചെയ്യാറുണ്ട്. ക്യാപ്സിക്കം ചെയ്യാറുണ്ട്, പാലക് ചെയ്യാറുണ്ട്, ചോപ്പ് ചീരയിൽ ചെയ്യാറുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു നീർദോശ ഞാൻ എങ്ങനെയാണ് ചെയ്ത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. വരൂ, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വരൂ, നമുക്ക് ഉണ്ടാക്കാം നീർദോശ. നീർദോശയ്ക്ക് നിങ്ങൾ ഏത് ഗ്ലാസ്സിന് വേണമെങ്കിലും എടുത്തോളൂ. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി ഒരു 4 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചു. 4 മണിക്കൂർ കുതിർത്ത ഈ ഒരു അരി പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. പച്ചരി ഒരു മിക്സിയിലേക്ക് ഇടുക. എന്നിട്ട് 1 ഗ്ലാസ്, അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് തേങ്ങ എന്നുള്ള കണക്കിൽ ആദ്യം ഒന്ന് മിക്സിയിൽ അരയ്ക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് ഉപ്പിടുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ കൂടെ പീനട്ട് ചട്നിയാണ്, അത് ഞാൻ വറുത്തിട്ട് വെച്ചു. ഇനി മാവിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇത് നീർദോശയാണ്. അപ്പോൾ ഡബിൾ ദ ക്വാണ്ടിറ്റി വാട്ടർ. അപ്പോൾ 2 കപ്പ് നമ്മുടെ അരിക്ക് 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒരു ദോശക്കല്ലിൽ ഡെഫിനറ്റായിട്ട് എണ്ണ തേച്ചിട്ട് ടിഷ്യൂ കൊണ്ട് ഒന്ന് തുടച്ചോളൂ. എന്നിട്ട് ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് ഈ നീര് പോലെ കലക്കി വെച്ചിട്ടുള്ള ആ ദോശയുടെ മാവിനെ എടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ എവിടെയും ചിന്നാതെയും ഒട്ടാതെയും ഒലിക്കാതെയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശകളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഗ്ലാസ്സിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് കിട്ടും. ഇതുപോലെ എല്ലാ ദോശകളും നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് ചിക്കൻ കറി, ഫിഷ് കറി, അതേമാതിരി പീനട്ട് ചട്നിയുടെ കൂടെയൊക്കെ വളരെ രുചികരമായിരിക്കും. ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വരൂ, നമുക്ക് കഴിക്കാം. അപ്പോൾ വരൂ, നമുക്ക് കഴിക്കാം നീർദോശ ആൻഡ് പീനട്ട് ചട്നി. സോറി, ഒരു ദോശ നേരത്തെ കഴിച്ചു. പിന്നെ ഓർത്തത്, അയ്യോ ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഈ അളവിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നു വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. Till then, take care and bye bye.